വാർത്തകളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അറിയാനും അറിയിക്കാനും അദമ്യമായ ആഗ്രഹമുള്ള ഒരാൾ. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ജോലി ലഭിച്ചില്ല. നാട്ടിൽ നിന്നും ഗൾഫിലെത്തുന്നു, മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നു. പിന്നീട് സംഭവിച്ചത് കാണാം. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് വിഷു. പൊൻകണി കണ്ടും പടക്കം പൊട്ടിച്ചും വിഷു കൈനീട്ട് നൽകിയും നാടുനീളെ വിഷു ആഘോഷം. എല്ലാവർക്കും എന്റെ വിഷുദിന ആശംസകൾ. ഇതാണ് വാർത്ത വായിച്ച ആൾ ഷാജി കടക്കൽ, കൊല്ലം ജില്ലയിൽ കടക്കൽ അല്ലെ? എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോ 27ാമത്തെ വർഷമാണ്. 1999 ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഇളയച്ചനാണ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ ആയിട്ടാണ് കടന്നു വരുന്നത്. നമ്മളിപ്പോ വാർത്ത കേട്ടു. ഇത് എങ്ങനെയാണ് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണോ, വാട്സപ്പിലാണോ, എങ്ങനെയാണ് ഇത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ വാർത്ത? സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ഏറ്റവും വലിയ ഒരു ഘടകം. എന്തും അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. അതിപ്പം പ്രത്യേകിച്ചും ഗൾഫിലുള്ള ആൾക്കാരാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പലതും പറഞ്ഞിട്ടുള്ളതാണ്. ഗൾഫിലുള്ളവർ ഏറ്റവും കൂടുതൽ വാർത്തകൾ കൂടുതൽ കേൾക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വാട്സാപ്പ് ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പിൽ നമുക്ക് വാർത്ത ഇട്ടിരുന്നാൽ ഏതെങ്കിലും സമയം കേട്ടാൽ മതി. അപ്പോൾ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പുകളിലും വാർത്ത ഷെയർ ചെയ്യാറുണ്ട്. എല്ലാവരും കേൾക്കാറുണ്ട്. എല്ലാവരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഇടാറുണ്ട്. എല്ലാ ദിവസവും വാർത്ത വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഷോപ്പിൽ വരുന്നതിന് മുമ്പ് വാർത്ത പറഞ്ഞിട്ടാണ് വരുന്നത്. അത് പൊതുവിൽ മൊത്തത്തിലുള്ള കാര്യത്തിലാവുമ്പോൾ എനിക്കും മനസ്സിലാവുന്നുണ്ട്, നാട്ടുകാർക്കും കേൾക്കുന്നുണ്ട്. എത്ര വർഷമായി ഇങ്ങനെ വാർത്ത? 3 വർഷം. ഒരു ദിവസം ഒരു വാർത്ത. പിന്നെ ചില ചാനലൊക്കെ ചില ന്യൂസ് ഇതൊക്കെ പറയും, ഒരു ഓറോസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ വാർത്ത അതിന്റെ ഒരു ഡ്യൂറേഷൻ എത്രയായിരിക്കും? പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? പ്രധാന വാർത്ത ഇപ്പോൾ നമുക്ക് വാർത്തകൾ കിട്ടാൻ സുലഭമാണ്. ആ വാർത്തകളിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ദുബൈയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വാർത്തകൾ പറയാറുണ്ട്. അല്ല, പല വാർത്തകളും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്ന സമയത്ത് അത് ശരിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് കറക്റ്റ് ഒന്ന് കൺഫേം ചെയ്ത ശേഷമേ പറയാറുള്ളൂ. എങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത്? നമുക്ക് കോവിഡ് കഴിഞ്ഞ സമയത്ത് കുറച്ച് ഇടക്കാലം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലാണ് ഞാൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഓൺലൈൻ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നത്. മുമ്പേ ഇങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വാർത്ത എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? സോഴ്സ് ഉണ്ട്. സോഴ്സിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത വാർത്തകളാണ് പറയുന്നത്. ഒരുപാട് നേരത്തെയൊക്കെ ഒരുപാട് പറയും. ഇപ്പോൾ ഒരു മാക്സിമം 7 മിനിറ്റ്സ് റൗണ്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. 7 മിനിറ്റോളം. അത്രയ്ക്കുള്ള ആരും കേൾക്കൂല. എല്ലാവരും നല്ല തിരക്കിൽ നിൽക്കുകയല്ലേ, എല്ലാവരും ഓട്ടത്തിലല്ലേ, സ്പീഡിൽ പോവുകയല്ലേ. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഏകദേശം ആൾക്കാർ കേൾക്കുക. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്നും ആകുമ്പോൾ ഇവിടുത്തെ വാർത്തകളൊക്കെ കൊടുക്കാറുണ്ടോ? എവിടെ നിന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കൊടുക്കും? സാധാരണ നമ്മുടെ കേരള, ഇന്ത്യ, വേൾഡ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അധ്യാപനമൊക്കെ ആയിരുന്നു. അപ്പോൾ ജോലി കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഇളയച്ചൻ ഒരു മൊബൈൽ ഷോപ്പ് ഇട്ട് അവിടെ സെയിൽസ്മാനായിട്ടാണ് കടന്നു വരുന്നത്. കുടുംബമൊക്കെ? ഫാമിലി നാട്ടിൽ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലാണ്. മകൻ ഇവിടെ ഉണ്ട്. വൈഫ് BRC എന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ട് നാട്ടിൽ. മോള് +1 ആണ്. 2 മക്കൾ. അവരുടെ പേര്? മകന്റെ പേര് റാഷിദ്, മകളുടെ പേര് നേഹ. വൈഫ്? സെറിൻ. അവരെല്ലാവരും കടക്കൽ തന്നെ. കടക്കൽ പള്ളി. ജോലിക്കിടയിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. സ്വാഭാവികമായും അപ്പൊ അതിന് മറ്റുള്ള എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടി വരും. എങ്ങനെയുണ്ട് മറ്റ് സഹപ്രവർത്തകരുടെ? നല്ല സപ്പോർട്ട്. റൂമിലായാലും ശരി, ഷോപ്പിലായാലും ശരി തന്നെ. ഇപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട്. അല്ലാതെ മലയാളി പ്രവാസി സമാജം, ഞങ്ങളും കടക്കൽക്കാർ ഗ്രൂപ്പ്, അതുപോലെ ഞാൻ SSC ബാച്ചിന്റെ ഒരു അങ്ങനെ ഒരുപാട് അഡ്മിൻ ആണ് പല സ്ഥലത്ത്. അപ്പൊ അതിലെല്ലാം നല്ല സപ്പോർട്ടാണ്. ബ്രദറാണ്, ഒപ്പം പാർട്ണറാണ്. പേര്? സഫീർ കടക്കൽ. ഷബീർ, ബഹദൂർ, എല്ലാവരും ഉണ്ട്. എല്ലാ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. അവരെല്ലാം വാർത്ത കേട്ടിട്ട് ഇങ്ങനെ പറയും. ഉദാഹരണത്തിന് ഇന്നലത്തെ വാർത്തയിൽ തോന്നക്കല്ലിൽ CCTV മോഷണം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞില്ലേ, സാറേ എൻ്റെ നാട്ടിലാണത്, ഗൾഫിലാണെങ്കിൽ അത് സംഭവിക്കുമോ, നാട്ടിൽ ഇത് സംഭവിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ വാർത്ത കേട്ടിട്ട് ആളുകൾ നമ്മളെ വിളിച്ച അഭിപ്രായമൊക്കെ പറയും? തീർച്ചയായും അഭിപ്രായം പറയാം. ഒരു വാർത്ത ഒന്ന് വായിച്ച്. തീർച്ചയായും. നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് വിഷു. പൊൻകണി കണ്ടും പടക്കം പൊട്ടിച്ചും വിഷു കൈനീട്ടം നൽകിയും നാടുനീളെ വിഷു ആഘോഷം. എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. ദുബായിലെ ബർദുബായിലാണ് ഷാജി കടക്കലിന്റെ ലോകം. ഇത് മൊബൈൽ പ്ലാസ. ഇവിടെ നിന്നാണ് വാർത്ത തയ്യാറാക്കുന്നതും വായിക്കുന്നതും. ഏതായാലും വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. തീർച്ചയായും.